ജനമൈത്രി പോലീസാണ് ഇവിടെ ഉള്ളത്, ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നു. സാധാരണക്കാരന്റെ പോലീസും കോടതിയും ഒക്കെ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്, പോലീസുകാരനാണ് ആശ്രയം എന്ന് പറയുമ്പോഴും ഈ കാര്യത്തിൽ, ഈ തിരുവനന്തപുരത്ത് നടന്ന കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനവും ഒത്തുതീർപ്പും ഒന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പോലീസ് സമ്മതിക്കുന്നുമില്ല. എന്താണ് വിശദവിവരങ്ങൾ? നമ്മൾ രണ്ട് വാർത്തകളാണ് തുടർച്ചയായി കണ്ടത്. രണ്ടും തിരുവനന്തപുരത്ത് തന്നെ നടന്ന സംഭവങ്ങളാണ്. അതിൽ ഈ ഷജീർ എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത ഒരു പൊതുപ്രവർത്തകനാണ്. തിരുവനന്തപുരത്ത് നഗരത്തിൽ ഏറ്റവും സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. ആ ഷജീറിന് നേരിട്ട അനുഭവം ഷജീർ നേരത്തെ തന്നെ നമ്മളോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ ഷജീറിൻ്റെ കേസിൽ ഷജീറിന് സംഭവിച്ച കാര്യം കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഷജീർ പറഞ്ഞത്. ഈ സുജിത്തിൻ്റെ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഷജീർ പറഞ്ഞത് ഇതൊന്നുമല്ല ശരിക്കുമുള്ള മൂന്നാം മുറ അനുഭവിച്ചത് ഞാനാണ് എന്ന് ഒരു പൊതുപ്രവർത്തകന് പറയേണ്ടി വരികയാണ്. അതും തിരുവനന്തപുരത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഷജീറിന് അങ്ങനെ അനുഭവം നേരിട്ടത്. അത്യാവശ്യം നേതാക്കന്മാരുമൊക്കെയായി ബന്ധമുള്ള ഒരാളാണ്. അത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഷജീറിന് നാട്ടിൽ നല്ല ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്കാണ് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഷജീർ 23 ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞത്. പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണം ഷജീർ ഇങ്ങനെ പലപ്പോഴും വിവരിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മരവിപ്പാണ് തോന്നാറ്. അതിനുശേഷവും പിന്നീട് സജീവമായി ഷജീർ ഇപ്പോൾ വീണ്ടും നഗരത്തിലൊക്കെ സജീവമായി പൊതുപ്രവർത്തനം നടത്തുന്നു, സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നു. അങ്ങനെ ഷജീർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഷജീറിന് നേരിട്ട അനുഭവം ചെറുതല്ല. ആ വിഷയത്തിൽ ഷജീർ ഒരു പരാതി നൽകി പോരാട്ടം നടത്തി, സുജിത്ത് നടത്തിയതുപോലെ ആ പോരാട്ടത്തിനൊടുവിൽ 6 വർഷത്തിന് ശേഷമാണ് ഒന്ന് അനങ്ങാൻ പോലീസും നമ്മുടെ നിയമ സംവിധാനവും ഒക്കെ തയ്യാറായത്. 6 വർഷത്തിന് ശേഷം ആ കേസിൽ FIR ഇട്ടു. ഇപ്പോൾ അതിൻ്റെ അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സേനയ്ക്ക് തന്നെ ഏറ്റവും അപമാനകരമായ കാര്യം. എന്തായാലും ആ നിയമ പോരാട്ടം ഇങ്ങനെ തുടരുന്നു. അതിന് പിന്നാലെയാണ് ഫോർട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കണ്ടത്. ആ വാർത്ത നമ്മളാണ്, മാതൃഭൂമി ന്യൂസാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഒരു അവസ്ഥ അവരുടെ കുടുംബം തന്നെ തുറന്നു പറയുന്നുണ്ട്, ആ പെൺകുട്ടി തന്നെ തുറന്നു പറയുന്നുണ്ട്. അവരുടെ വളരെ വിശദമായ പ്രേക്ഷകരോട് പങ്കുവച്ച ഒരു കാര്യമാണ്. ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് അവരുടെ അവസ്ഥ എന്തായിരുന്നു സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അവർ തുറന്ന് സമ്മതിക്കുന്നു. മദ്യപിച്ചതുകൊണ്ട് വാഹനം നിർത്താതെ പോവുകയായിരുന്നു പരിശോധനയ്ക്കിടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ലാത്തി എറിഞ്ഞു വീഴ്ത്തിയത്. അതേ തുടർന്നാണ് അതിക്രൂരമായി മർദ്ദിച്ചത് എന്നവർ പറയുന്നു. ഇതിലൊരു തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ കൺമുന്നിൽ വെച്ച് ഉപദ്രവിക്കുക, അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഉപദ്രവിക്കുക, എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുക, ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ സേനയ്ക്ക് എന്തുമാത്രം കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ഉണ്ടാവുന്നത് എന്നത് ആഭ്യന്തര വകുപ്പിന്റെ മേലധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുമായിരിക്കും.